മാഗ്നി 360യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് ടെറസിലെ വേറിട്ടൊരു കൃഷി രീതിയുമായിട്ടാണ്. നമ്മളെല്ലാവരും ടെറസിൽ കൃഷി ചെയ്യാറുണ്ടെങ്കിലും ടെറസിനെ ഒരു പറമ്പാക്കി മാറ്റിയ സരസ്വതി അമ്മയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഞങ്ങൾ വന്നപ്പോൾ അമ്മ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കായിരുന്നു. ഇന്നലെ മഴ പെയ്തെങ്കിലും വീണ്ടും ഒഴിക്കണമല്ലേ? അതെ, കുറച്ച് മഴയെല്ലാം പെയ്തു. ശക്തിയായ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണ്ട. ഇതിപ്പോ നേരിട്ട് മരം നിൽക്കുമ്പോഴത്തേക്ക് വെള്ളം അധികം ഒഴിക്കണ്ട. പക്ഷെ കൂട്ടിലൊക്കെ ഉച്ചയാകുമ്പോഴേക്കും ഉണങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. നല്ല ചൂടാണല്ലോ. ചൂട് ഇപ്പോഴേ കാലത്ത് ഒഴിച്ചിട്ട് പോയതാണ്. അത് ഉണങ്ങി നിൽക്കണുണ്ട ചൂടൊക്കെ. അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അപ്പൊ ഇന്നിപ്പോ വെള്ളം കുറവായത് കാരണം ഞാൻ ഒഴിച്ചിട്ട് പോയിട്ട് പിന്നെ വന്നതാണ്. മുകളിലേക്കൊന്നും ഒഴിച്ചിരുന്നില്ല. അപ്പൊ അത് കാരണം പോയിട്ട് വന്നതാണ്. ഇപ്പം എത്ര നാളായി അമ്മ ഈ ഒരു കൃഷി? ഞങ്ങളിത് 86 തുടങ്ങി. 30 വർഷത്തിൽ കൂടുതലായി. പിന്നെ 36 വർഷത്തോളായില്ലേ. അന്ന് തുടങ്ങി. ഇപ്പൊ കൃഷി കുറവാണ്. ഞാനും അച്ഛനും കൂടിയാണ് ചെയ്തിരുന്നത്, ഭർത്താവും കൂടെ. പുള്ളി മരിച്ചിട്ട് ഇപ്പൊ 6 വർഷം ആവുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ കുറച്ച് നാൾ ഞാൻ വയ്യാതെ കിടന്നു. അപ്പൊ മോൻ ചെയ്ത് പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും എണീറ്റ് വന്നപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മോനെ സഹായിക്കും, എന്നാലും കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വളമൊക്കെ മേടിച്ചോണ്ടിരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പന്തലൊക്കെ കെട്ടിത്തരാൻ പറയണതൊക്കെ ചെയ്തു തരാം. സമയക്കുറവ് കൊണ്ടവന് അധികം എടുക്കാറില്ല. പിന്നെ കൂടുതലും ഞാൻ തന്നെ ചെയ്യണം. നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറി അതിൽ കൂടുതലും കിട്ടും. പിന്നെ ചെറുനാരകം ആവശ്യത്തിൽ കൂടുതൽ നാരങ്ങ കിട്ടും. ചെറുനാരകം ഇതുപോലെ എപ്പോഴും ചെറുനാരകം മിക്കവാറും എപ്പോഴും ഉണ്ടാവും. എന്നാലും 1-2 മാസം ഉണ്ടാവില്ല. കടുത്ത വേനലിൽ 1-2 മാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ്. ഇപ്പോൾ ചെറിയ നാരങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ മാവുണ്ട്, 2-3-4 മാവുണ്ട്. അതെ, ഞങ്ങളിവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. വീടിന് മുകളിലൊരു മാവ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് മൂവാണ്ടനാണ്. അതാണ് ഞങ്ങൾ ആദ്യമേ വെച്ച മാവ്. അതിനൊരു 10-30 വയസ്സ് കഴിഞ്ഞതിന്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ മാവുണ്ട് വളഞ്ഞു നിൽക്കണത്. അത് ബെങ്കനപ്പള്ളിയാണ്. അത് 1.5 പൂക്കുള്ളൂ. എന്നാലേ 10-12 മാങ്ങ ഉണ്ടുള്ള വലിയ മാങ്ങയാണല്ലോ. ഈ നിൽക്കണത് നീലൻ മാവാണ്. നാരകത്തിൻ്റെ അപ്പുറത്ത് അത് നീലൻ മാവാണ്. അതിൻ്റെ മാങ്ങ നല്ല ടേസ്റ്റാണ്. അത് മൂവാണ്ടൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് അത് പൂക്കണത്. ഇപ്പം നമ്മളൊക്കെ കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ടൗണിൽ അച്ഛന് വാട്ടർ അതോറിറ്റിയിലായിരുന്നു ജോലി. അപ്പോൾ ടൗണിൽ തന്നെ ജീവിതം കൊണ്ടുപോകണം. കാരണം പുള്ളി ഒരു യുക്തിവാദിയായിരുന്നു. അപ്പോൾ പുറത്തേക്കൊക്കെ പോകണം. പിന്നെ മക്കളുടെ വിവാഹം പുള്ളിയുടെ ആഗ്രഹം അനുസരിച്ച് നടത്തണമെങ്കിൽ നാട്ടിലേക്ക് പോയാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ടൗണിൽ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തികം അന്നത്തെ സർക്കാർ ജോലിക്കാർക്കില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ പുള്ളിയുടെ വീട്ടുകാരും കൃഷിക്കാരാണ്. പിന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ അവിടെ ഒത്തിരി കൃഷി ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ വീട് വയ്ക്കുമ്പോൾ കൃഷി സ്ഥലമില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ആലോചിച്ച് അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞതാണ്, നമുക്ക് വീടിൻ്റെ മുകളിൽ മണ്ണിട്ട് കൃഷി ചെയ്താലോ എന്ന്. അപ്പം എനിക്കും താല്പര്യമായി. കാരണം നാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല പുള്ളി. കാരണം മക്കളുടെ വിവാഹമൊക്കെ പുള്ളിയുടെ ആഗ്രഹം അനുസരിച്ച് നടത്തേണ്ടതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ വേണം. അപ്പോൾ ഇവിടെ കൂടുതൽ സ്ഥലം മേടിക്കാനും സാമ്പത്തികമില്ല. അങ്ങനെയാണ് ഇവിടെ കൂടിയത്. അപ്പം മണ്ണിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അതിന് മണ്ണിടാനുള്ള പ്രചോദനമായത് കൂത്താപ്പടിയിൽ വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്കിൻ്റെ സർവ്വ പണിയും സൂപ്പറേഷനും സ്പെൻഡായിരുന്നു. അപ്പോൾ അതിന് ഇതുവരെ ഒരു ചോർച്ചയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കമ്മീഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, വാട്ടർ ടാങ്കിന് ഒരു പ്രശ്നവും. അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ മണ്ണിട്ട് കൃഷി ചെയ്യാം. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് മാത്രമല്ലേ വരുള്ളൂ, നമ്മൾ മാത്രമല്ലേ പോവുള്ളൂ, വേറെ ആർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനും സമ്മതിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് തട്ട് വാർത്തിട്ടാണ് ചെയ്തത്. കുറച്ച് കമ്പി കൂടുതലിട്ട് വാർത്ത്. പിന്നെ വാർത്ത അന്ന് തന്നെ നമ്മൾ വാർക്കക്കാർ ഇറങ്ങിയപ്പോഴേ തന്നെ നമ്മൾ വേറെ പണിക്കാരെ നിർത്തി കോൺക്രീറ്റ് തുടങ്ങിയ സ്ഥലത്തുനിന്ന് നമ്മൾ സിമൻറ്റ് ചാന്ത് വെച്ച്, കരിക്കനിട്ട് സിമൻറ്റ് ചാന്ത് വെച്ച് നമ്മുടെ മുകളിൽ അകത്തെ മുറി ഫിനിഷ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ അന്ന് തന്നെ ഫിനിഷ് ചെയ്തു.
അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ഇഷ്ടികയും വെച്ചിട്ടാണ് അന്നത്തെ പണി തീർത്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വെള്ളം നിറച്ചത്. ഒരു 2 ആഴ്ച നമ്മൾ വെള്ളം നിറച്ച് നിർത്തി. അതിന് ശേഷം കഴുകി നമ്മൾ ഉണക്കാതെ അപ്പം തന്നെ മണ്ണിട്ട് അങ്ങനെയാണ്. മണ്ണിട്ട് അതിന് ശേഷം നമ്മൾ ഉണക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെ വാർക്കുമ്പോൾ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഹോളിൻ്റെ നടുക്കുള്ള ബീമിൻ്റെ അടിയിലെ കുറ്റിയുണ്ടല്ലോ, അത് ഒരു 2 ആഴ്ചയും കൂടി നിർത്തണം. സാധാരണ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു കുറ്റി എടുക്കുമല്ലോ, തട്ടെടുക്കുമല്ലോ. അപ്പോൾ ഈ വലിയ ഹോളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബീമിൻ്റെ അടിയിലുള്ള കുറ്റി ഒരു 2 ആഴ്ച കൂടെ നിർത്തണം. അത്രയൊക്കെ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ചെറിയ വീടാണ്. ഇത്ര വർഷമായില്ലേ, 86 തുടങ്ങി ഇത്ര വർഷമായില്ലേ, ഇത്ര ഒരു കുഴപ്പമില്ലാതെ നമ്മൾ നിൽക്കുന്നു. എല്ലാവരും ചോദിക്കും മാവൊക്കെ എങ്ങനെ നിൽക്കണമെന്ന്. മാവൊക്കെ നമ്മൾ അടിയിലേക്ക് വരൂല്ലേ. ആദ്യം വന്നവരൊക്കെ അകത്ത് കുനിഞ്ഞു നോക്കുമായിരുന്നു. അതെ, ഇത് കാണുമ്പോൾ കൗതുകമാണ്. കാരണം ഒരു മാവൊക്കെ വീടിന് മുകളിൽ നിൽക്കാന്ന് വെച്ചാൽ പിന്നെ 30 വർഷം കഴിഞ്ഞ് ആദ്യമേ നമ്മൾ വാഴയാണ് നമ്മൾ ആദ്യമേ നട്ടത്. ചെറിയ ചെറിയ ചെടികൾ, ഈ പച്ചക്കറികളൊക്കെ നട്ട് കുറേശ്ശെ നമ്മൾ ഒറ്റയടിക്കല്ല ഇത്ര മണ്ണിട്ടത്. കുറേശ്ശെ ദിവസം മണ്ണിടുമായിരുന്നു. അപ്പം മണ്ണിടുന്നതിനനുസരിച്ച് നമ്മൾ ആദ്യം പച്ചക്കറികൾ നട്ട്, അത് കഴിഞ്ഞ് പിന്നെ മണ്ണ് കൂടിയപ്പോൾ വാഴ നട്ടു. വാഴ നിറയെ നട്ടു. പിന്നെ ആ വാഴ കേടായി. അപ്പോൾ വാഴ കൊലച്ച് അതിൻ്റെ കൊല പറിക്കാൻ നേരത്തെ ഭയങ്കര ബലം. ഈ അതിൻ്റെ കടയിൽ വേര് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് പറിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പം എന്താ പറഞ്ഞു, ഈ ഒരു വാഴയുടെ കട പറിക്കാൻ എത്ര ബുദ്ധിമുട്ടായപ്പോഴേ നമുക്കൊരു മാവ് വെച്ചാലോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് നമ്മളൊരു മൂവാണ്ടിൻ്റെ ഈ കുര മുളപ്പിച്ച് തൈ വെച്ചു. അതാണ് ആദ്യത്തെ മാവ്. അപ്പോൾ ഈ വേര് ഇവിടെ മൊത്തം വേര് ഇവിടെ തന്നെ അടിയിലേക്ക് പോവില്ല. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഈ പെരയുടെ ഈ മുറിക്കകത്ത് സിമന്റ് ചെയ്യാൻ വയ്ക്കില്ല, അതുപോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് അന്ന് തന്നെ വെച്ച് പിന്നെ ഒട്ടും ഉണങ്ങിയിട്ടില്ല. വെള്ളം കളഞ്ഞ ഉടനെ നമ്മൾ മണ്ണിട്ട് നനച്ചു കൊടുക്കുമല്ലേ? നനച്ചു കൊടുക്കും. എപ്പോഴും ഈർപ്പം ഉണ്ടാവും മണ്ണിൽ. എപ്പോഴും ഈർപ്പമുണ്ടാകും. സാധാരണ വീടുകളിലെ പോലെ അധികം ചൂട് നമുക്കില്ല. കാരണം ഏത് നേരം നമ്മൾ നനച്ചുകൊണ്ടിരിക്കും. വീട് ഉള്ളിലേക്കും ചൂട് ഇറങ്ങത്തില്ല അല്ലേ? അധികം ഇറങ്ങില്ല. അപ്പൊ ഈ കൃഷിയൊക്കെ നോക്കി നടത്തുമ്പോൾ നമ്മള് ഇപ്പൊ അമ്മയ്ക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ ഇത് ആരാ നോക്കുന്നത്? ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ആരടുത്തും പോണില്ല. ഈ കൃഷിക്ക് വെള്ളം ഒഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എങ്ങും പോകാറില്ല. മക്കളാണ് പോണത്. രാവിലെ നേരെ ഇങ്ങി വരെയാണ്. രാവിലെ 7 മണിയാകുമ്പോൾ ഞാൻ മുകളിലേക്ക് കയറും. അതൊരു 8:30-9 മണി വരെ വരും. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വന്ന് ചെറിയ കൂട്ടിലുള്ള ചെടിക്കൊക്കെ വാട്ടുണ്ടായി. പൊരിഞ്ഞ വെയിലല്ലേ, അപ്പം അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോകും. പിന്നെ ഒരു 4-4:30 ആകുമ്പോൾ വീണ്ടും വരും. ഒരു 6 മണി വരെ എല്ലാത്തിനും വെള്ളം ഒഴിച്ച് ചെടികളൊക്കെ നോക്കി, മരുന്നടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് അങ്ങനെ. അത് കാരണം ഞാൻ പുറത്തേക്കും രാത്രി കിടക്കുന്ന സമയം ഒരിടത്തേക്കും പോകാറില്ല. ഞങ്ങളും കണ്ടിട്ടുള്ളത് അധികവും ഇതുപോലുള്ള ഗ്രീൻ ബാഗുകളിലും ഗ്രോ ബാഗുകളിലും നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പിന്നെ മരങ്ങളൊക്കെ നിന്നുകൊണ്ട് നമുക്ക് വെയിൽ കുറവായത് കാരണം പച്ചക്കറികളൊക്കെ കുറവാണ്. നമുക്ക് പച്ചക്കറികൾ വേണമെങ്കിൽ വെയിൽ വേണമല്ലോ. അപ്പോൾ വെയിൽ കുറവായത് കാരണം ഉള്ള സ്ഥലത്ത് നമ്മൾ എന്നാലും അതൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിന്. ഇപ്പം മുകളിലുണ്ട് കുറച്ച്. അമ്മ, പൊതുവെ നമുക്ക് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടില്ല. അതായത് വെള്ളം നമുക്ക് കിട്ടണം എന്നില്ല അത്രയും. നമ്മൾ ബോർവെല്ല് താത്തിയിട്ടുണ്ട്. ആണല്ലേ? അതാണ് വെള്ളം. അപ്പം അത് ഹോസ് മോട്ടർ മുകളിൽ വെച്ച് ഹോസ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം അടിക്കുന്നത്. അപ്പം ഇത്തിരി കുറവാണ് വെള്ളം. ഇപ്പം ബോർവെല്ലും കുറേ നാളായി താത്തിയിട്ട്. അപ്പം ഇനി അതിൽ വെള്ളം കുറഞ്ഞോന്നറിയില്ല. ഒരാഴ്ചയായിട്ട് കുറച്ച് വെള്ളം കുറവാണ്. എങ്ങനെയാണ് ഈ ഒരു ബന്ധുക്കളുടെയും മറ്റും നാട്ടുകാർ, അയൽക്കാർ, ഇവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? കാരണം ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമല്ലേ? അത്ഭുതമാണ്. പക്ഷെ ആരും ഇതുപോലെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് ആരും ചെയ്യില്ല. എല്ലാവരും ചെയ്യുന്നതൊക്കെ ഗ്രോ ബാഗ് വെച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കത്തില്ലേ, വീടിന് കേടുപാട് പറ്റത്തില്ലേ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്? അല്ല, നമ്മളത് പറഞ്ഞത് നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ആദ്യമൊക്കെ കുറേ ആൾക്കാർ കോഴിക്കോട് ഒരു ജഡ്ജി ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ വന്ന് ചോദിച്ച് എല്ലാ അഡ്വൈസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ 2 കൂട്ടരും കൂടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി സഹകരിച്ചെങ്കിലേ ഇത് മേലോട്ട് പോവുള്ളൂ.
പക്ഷേ എല്ലാവർക്കും ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ പോകും. അപ്പം കൊച്ചി നഗരത്തിലാണ് ഇതുപോലൊരു കൃഷി അല്ലെങ്കിൽ ഇതുപോലൊരു വീട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ടെറസിലെ കൃഷി രീതിയുമായിട്ട് മുന്നോട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളത്? മുന്നോട്ട് വരുന്നവരോട് നമ്മൾ പറയാനുള്ളത്, അവർക്ക് ഇതിനോട് പേടിയാണ് ആൾക്കാർക്ക് ചെയ്യാനായിട്ട്. അതാണ്. പിന്നെ പരീക്ഷിക്കാൻ അത്ര ആരും ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കൃഷിയോട്, അതിനെ ഞാൻ പറഞ്ഞില്ല, അത് കുടുംബത്തിലെ എല്ലാവരും കൂടി സഹകരിച്ചെങ്കിൽ ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റും. വീടിന് മുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെ എന്തായാലും എല്ലാവരും കൂടെ ഒരു സഹകരിച്ചെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരാൾക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ഇതിന് ഇങ്ങനെ ചെയ്യണമെന്ന് ആരോടും പറയാൻ പറ്റത്തില്ല. അതിന് റിസ്ക് എടുക്കണം ആൾക്കാർ. നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ കമ്പി കുറച്ച് കൂടുതൽ 25% കമ്പി കൂടുതലിട്ട് ചെയ്തു. വാർത്ത അന്ന് തന്നെ നമ്മൾ പരിക്കനിട്ട് സിമെൻറ്റ് ഞാൻ വെച്ചു. 2 ആഴ്ച വെള്ളം നിർത്തി. അതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്തു. ഇപ്പം നമ്മൾ 10-38 വർഷമായില്ലേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാൻ ആൾക്കാർക്ക് കഴിയുമെങ്കിൽ ചെയ്യുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവരും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഗ്രോ ബാഗിലാണ് പൊതുവെ എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ സ്റ്റാൻഡ് കെട്ടി അതിൻ്റെ പുറത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് മണ്ണ് ചെയ്യുന്നു. ഇവിടെ നിൽക്കുമ്പോഴും നമ്മളൊരു പറമ്പിൽ നിൽക്കുന്ന പോലെ ടെറസിലാണെന്ന് തോന്നുന്നില്ല. അത് തന്നെ. അപ്പം ഇതുകൊണ്ട് നമുക്ക് വീടിനകത്ത് കുറച്ച് കൂളിംഗ് കിട്ടും. അതെ, ഉറപ്പായിട്ടും. മണ്ണ് കിടക്കില്ല, അത് ഗ്രോ ബാഗ് വെച്ചാലൊന്നും അങ്ങനെ കിട്ടില്ല. അമ്മ ഇപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ അയൽക്കാരും മറ്റുള്ളവരൊക്കെ ഒന്ന് വാങ്ങാറുണ്ടോ? വാങ്ങാറുണ്ട്. അയൽക്കാർ മാത്രമല്ല, ദൂരെയുള്ളവരും വാങ്ങും. കാരണം ഈ നമ്മൾ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് അറിഞ്ഞറിഞ്ഞ് ഓരോരുത്തർ ഒരേ കൂട്ടർ അറിയുമ്പോൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ ദൂരെ നിന്നുള്ളവർ വന്ന് വാങ്ങിക്കും നമ്മളോട്. അപ്പം നമ്മളിവിടെ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ അവരിങ്ങോട്ട് വന്നോളും. അങ്ങനെ നമുക്ക് സാധനങ്ങളുണ്ടെങ്കിൽ വിൽക്കണതിന് ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക വിൽക്കാനുണ്ട്, കൊടുക്കാനുണ്ട്, ചീര കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഫോൺ ചെയ്യുമ്പോൾ അവർ വരും. നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ട, ഇവിടെ വന്ന് വാങ്ങിച്ചോളും. നമ്മളുണ്ടാക്കി കുറവാണെന്നുള്ള സാധനം. കാരണം മഴ വന്ന് എല്ലാം നശിച്ചു. എന്തൊരു മഴയായിരുന്നു. മഴയത്ത് വളയിട്ടല്ല എല്ലാം ഒഴുകിപ്പോകും. അപ്പം പിന്നില്ല. ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിപ്പോൾ ഒരു വെയിൽ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒക്കെ പിടിച്ച് വരണേ ഉള്ളൂ. മുകളിലാണെങ്കിലും കുറച്ച് പീച്ചിൽ, പാവൽ, പയറൊക്കെ ഉണ്ട്. ചോര നട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കയറി വരണുള്ളൂ. അപ്പോൾ ഇനി വിളവെടുക്കാൻ തുടങ്ങണുള്ളൂ. ഇപ്പം മഴ ഒരുപാട് പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകുന്നു, അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാൻ നമ്മൾ ചാല് കെട്ടിയേക്കുന്നുണ്ട്. ഈ ചാലിൽ കൂടി അവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് താഴേക്ക്. ആ കാനയിലേക്ക് ഒഴുകിപ്പോക്കോളും. അതും ചെയ്തിട്ടുണ്ടല്ലേ? അതും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സംശയം വരും, ഇങ്ങനെ മണ്ണിട്ടിരിക്കുമ്പോൾ വെള്ളം അവിടെ തുടങ്ങി അറ്റം തുടങ്ങി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ചാലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ അച്ഛൻ ചെയ്തതാണത്. ഇത് ആദ്യം നട്ട മാവ് ഇതിന് 30 വയസ്സ് കഴിഞ്ഞു. ഇത് മൂവാണ്ടനാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒരു 10-15 വർഷമുള്ള. ഈ മാവ് ഒരു വെങ്കനപ്പള്ളിയാണ്. അത് 10-15 മാങ്ങയുണ്ടാവും. വലിയ മാങ്ങയാണത്. അത് 1.5 ഉണ്ടാവുള്ളൂ. 10-12 ഉണ്ടാവുള്ളൂ. 1.5 മാങ്ങ ഉണ്ടാവുള്ളൂ. അതാണ്. പിന്നെ ഇത് നാരകം ഇതിനും 20 വയസ്സായി. അങ്ങനെ ഒരു 2-3 മുകളിലുണ്ട്, ഇവിടെ ഉണ്ട്. 4 ഉണ്ടായതാണ്. അമ്മ നാരകം ഉണങ്ങിപ്പോയി. അത് ആ ചേമ്പ് നിൽക്കുന്നിടത്തായിരുന്നു. അതിൻ്റെ മക്കളാണ് ഇത് 3 പേര്. ഇത് 2 കുരുട്ട് മുളപ്പിച്ചതാണ്. മുകളിലേക്ക് നമ്മൾ വേര് പിടിപ്പിച്ച് നട്ടതാണ്. 4 നാരകം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് നാരങ്ങ ഇഷ്ടംപോലെ കിട്ടും. എപ്പോഴും ഉണ്ടാവും? എപ്പോഴും ഉണ്ടാവും. 1-2 മാസം ഉണ്ടാവില്ല. ഇപ്പം നാരങ്ങയൊക്കെ മുഴുത്ത് വന്നുണ്ട്. അപ്പോൾ ഒരിട കഴിഞ്ഞതാണ്. മഴ കഴിഞ്ഞപ്പോഴേക്കും തീർന്നു. പിന്നെ ഇപ്പോൾ ഉണ്ടായി വരണം. ഇനിയിപ്പോൾ പൂത്തും തുടങ്ങിയിട്ടുണ്ട്. മുകളിലാണെങ്കിൽ പാവലുണ്ട്, പീച്ചിലുണ്ട്, ചൊരയുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്. ഇവിടെ വെണ്ടയുണ്ട്, കരിമ്പ്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഈ വെണ്ടക്കയുടെ ഇത് ആനക്കൊമ്പനാണ്. ഒരെണ്ണം നിർത്തിയേക്കണുണ്ടോ, വിത്തിനൊരെണ്ണം നിർത്തിയേക്കണുണ്ട്. പച്ച സാധാ വെണ്ട അതേ നിൽക്കണം. പിന്നെ പീച്ചിലുണ്ട്, വഴുതനയുണ്ട്, പാവലുണ്ട്. പാവൽ കായ് കവറിട്ട് മൂടിയേക്കാണ് പാവയ്ക്കൊക്കെ. ഇവിടെ പന്തലിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ പടരുന്നതെല്ലാം
ചീരയുണ്ട്, പുതിനയുണ്ട്, വേപ്പുണ്ട്. അത് ചായ മനസ്സെന്ന് പറഞ്ഞൊരു ചെടിയാണത്. അത് ചീരയാണത്. ആ ചീര. ആ. അറിയാം. പിന്നെ തക്കാളി ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു മുരിങ്ങ. പിന്നെ ചൊരയുണ്ട്. ചൊരയ്ക്ക് കായിട്ടിട്ടില്ല, വളർന്നു തന്നെയുള്ളൂ. അപ്പം ജൈവ കൃഷി എന്ന് പറയുമല്ലോ, നമുക്കിവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കാണാം. ആ, അതിനെ പറ്റിയൊന്ന്. ബയോഗ്യാസിൻ്റെ സ്ലറി ഇതാ നിറഞ്ഞു നിൽക്കണുണ്ടോ? അതെ. ഈ സ്ലറി നമ്മൾ വളത്തിന് ഉപയോഗിക്കും. ആ. പിന്നെ പച്ചച്ചാണകം മേടിച്ച് കലക്കി ഒഴിക്കും. പിന്നെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് കുമ്മായം, പിന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി. ഇത്രയാണ് നമ്മൾ വളത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ലറി നമുക്കൊരു വളമാണ്. അതെപ്പോഴും നമുക്ക് എല്ലാത്തിനും ഒഴിക്കാം. അത് മാത്രം കൊണ്ട് തികയില്ലല്ലോ. നമ്മൾ കുറച്ച് പേരെ ഈ ജൈവ ഇതിനകത്ത് നമ്മൾ ഞങ്ങളാകെ 4 പേരുള്ളൂ. അപ്പോൾ കുറച്ച് വേസ്റ്റ് അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വളം കൊണ്ട് തികയില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ചാണകം മേടിക്കും. പിന്നെ ഇതാണ് കുമ്മായം അത്യാവശ്യമാണ് എല്ലാത്തിനും. അപ്പോൾ കുമ്മായവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടി ഇത്രയാണ് നമ്മൾ വളമായിട്ട് ചേർക്കുന്നത്. അല്ല നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല. കീടനാശിനിയായിട്ട് നമ്മൾ സോപ്പ് വെള്ളം, പുകയില കഷായം, പിന്നെ വേപ്പെണ്ണ, ഇതാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മൾ വിഷമായിട്ടുള്ള ഒരു സാധനം നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ സാധനം വിശ്വസിച്ച് കഴിക്കാം. ഒരു രാസവസ്തു ഇല്ലാത്തതാണ്. പിന്നെ അതുപോലെ എനിക്കുള്ളൊരു സംശയമാണ്, ഇവിടെ നമ്മൾ ഈ മണ്ണിട്ടിരിക്കുന്നത് ഒരു നിശ്ചിത കനത്തിലാണല്ലോ. 1.5 അടി. 1.5 അടി. ഇത് കണ്ട, ആ, ഇത് അടിയിൽ മണ്ണ് കിടപ്പുണ്ടതാണ്. അവിടെ വരെ 1.5 അടി. അപ്പം ഈ മരം നിൽക്കുമ്പോൾ വേരിറങ്ങണ്ടേ എന്നുള്ളൊരു. വേര് എങ്ങനെ ഇറങ്ങുന്നത്? അതിൻ്റെ ഈ മാവിൻ്റെ വേര് നിൽക്കണണ്ട. അതിപ്പോൾ ഇങ്ങനെ നിന്നോളൂ. ഈ മാവിൻ്റെ നാരത്തിൻ്റെ വേര് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നിന്നോളൂ. ഇങ്ങോട്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് പോരും. ആ അതെ, ഇത് ഇവിടെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണ് വേരെല്ലാം, മാവിൻ്റെ വേരെല്ലാം അപ്പുറത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരിങ്ങോട്ട് പോരും. നമ്മളിത് ഗ്യാപ്പ് മാറ്റി കൊടുത്താലുണ്ടല്ലോ അവരിങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളിങ്ങനെ നിർത്തിയേക്കുന്നത്. അവിടെ അങ്ങനെ ചാലിലിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ചാലിൻ്റെ ഇപ്പുറത്തേക്ക് പോരില്ല. ആ, അങ്ങനെ ചെയ്തിരിക്കുകയാണല്ലേ. ഇത് കാണുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരോട് എന്താണ് പറയാനുള്ളത്? കൃഷിയെ ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ ഒരു മുളകെങ്കിലും നമ്മൾ വെക്കാൻ ശ്രമിക്കണം. ഒരു മുളക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് പച്ചമുളകിലും വേപ്പിലയിലുമാണ്. ആ വേപ്പിലയും ഉള്ള ഒരു വേപ്പിൻ്റെ ചെടി, ഒരു മുളകെങ്കിലും വെക്കാൻ ആൾക്കാർ ശ്രമിക്കണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എല്ലാവരും പറയും സമയമില്ല, സ്ഥലമില്ല. നമുക്ക് മനസ്സുണ്ടെങ്കിൽ സമയമുണ്ടാവും, സ്ഥലവും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് വേപ്പിലയും പച്ചമുളകുമാണ്. അതിൻ്റെ 2 ചെടിയെങ്കിലും വെക്കാൻ നമുക്ക് സമയം കിട്ടണം. കൂടുതൽ രോഗം വരുന്നത് നമ്മൾ ഈ വിഷമുള്ള പച്ചക്കറികൾ തിന്നിട്ടാണ്. നമ്മൾ തിന്നേണ്ട മുഴുവൻ വിഷമാണ്. അത് വീട്ടിൽ കൊണ്ടുവന്നാലത് കൃത്യമായിട്ട് എല്ലാവരും ഒന്നും കഴുകണമെന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായാൽ അത് കഴിക്കുന്നത്ര സന്തോഷം നമുക്ക് വേറൊന്നും ഉണ്ടാവില്ല. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റും. സമയം ഉണ്ടാവും അതിന്. പക്ഷെ മനസ്സില്ലെങ്കിലാണ് നമ്മൾ അലസമായിട്ടിരിക്കുമ്പോഴാണ് നമുക്കൊന്നിനും സമയമില്ലാത്തത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം വെച്ച് അതിൻ്റെ ഒരു ഫലം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി വയ്ക്കാം. അങ്ങനെ നമുക്ക് വയ്ക്കാൻ കൂടുതൽ പ്രചോദനം കിട്ടും. അത് മനസ്സ് വേണം അതിന്, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ.